ജീവിതത്തിലെ ഏറ്റവും നല്ല ഗുണം ക്ഷമയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ഇത് അതേപോലെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മറ്റുള്ളവർ നമ്മളെ അനാവശ്യമായി ആക്രമിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം തന്നെ തീർത്തും ഇല്ലാതാക്കും എന്നതിൽ സംശയമൊന്നുമില്ല. ഇങ്ങനെയുള്ള തത്വങ്ങളെ കണ്ണും പൂട്ടി അനുസരിക്കുകയോ പാലിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് യഥാർത്ഥ ജീവിതത്തിൽ നമ്മളിൽ വളരെയധികം സംഘർഷങ്ങൾ ഉണ്ടാക്കും. ക്ഷമ മാറ്റിവെച്ച് പ്രവർത്തിക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ ഈ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ കുറ്റബോധം ഉണ്ടാക്കുകയും താൻ തെറ്റ് ചെയ്യുകയാണെന്ന തോന്നൽ മനസ്സിൽ വളർത്തുകയും ചെയ്യും. രണ്ട് ആശയങ്ങൾക്കിടയിൽ പെട്ടുപോകുന്ന മനുഷ്യൻ ദുർബലനാവുക മാത്രമേയുള്ളൂ. ഇങ്ങനെയുള്ള സന്ദർഭത്തെ എങ്ങനെ നേരിടണം എന്ന് മഹാഭാരതം കാണിച്ചു തരുന്നുണ്ട്. പാണ്ഡവർ ശക്തരായിരുന്നിട്ടും ക്ഷമയോടെ വളരെയധികം കാലം ശ്രീകൃഷ്ണനെ ദൂതനാക്കി വിട്ടുകൊണ്ടു പോലും കൗരവരുമായി സന്ധി സംഭാഷണങ്ങളിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ നേടാനായി ശ്രമിച്ചു. എന്നാൽ ഒന്നിനും തയ്യാറാകാതെ ചതിയിലൂടെ പാണ്ഡവരെ പൂർണ്ണമായും നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പാണ്ഡവർ കൃഷ്ണന്റെ നേതൃത്വത്തിൽ തന്നെ യുദ്ധകാഹളം മുഴക്കി. എവിടെ, എപ്പോൾ, എത്ര വരെ ക്ഷമിക്കണം എന്നതിന് നമ്മുടെ കയ്യിൽ ഒരു അളവുകോൽ ഉണ്ടായിരിക്കണം. ഈ അളവുകോൽ എപ്പോഴും ധർമ്മമായിരിക്കണം. ധർമ്മത്തിന് നാശം വരും എന്ന് ഉറപ്പായാൽ ക്ഷമ കൈവിട്ട് യുദ്ധം തുടങ്ങുക തന്നെ ചെയ്യണം.